എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ, മറുഭാഗത്ത് ആ CP9 ടീം, രണ്ട് സൈഡിലും രണ്ട് ടീമുകളും അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇവിടെ ആ സ്ക്വയർ തലയുള്ള പെണ്ണുങ്ങള് അവര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ബ്രിഡ്ജ് തുറക്കാനുള്ള ലിവർ പവർ എടുത്ത് അത് താഴേക്ക് വലിക്കാനായിട്ട് ആരംഭിക്കും. ഫ്രാങ്കി ടീംസും ഗേൾസും അവർ തുള്ളിച്ചാടും. കാരണം അവരുടെ ജോലി അവർ അടിപൊളിയായിട്ട് തീർത്തു. അടുത്ത നിമിഷം ആ ബ്രിഡ്ജ് അത് പതിയെ പതിയെ താഴേക്ക് വരാനായിട്ട് തുടങ്ങും. ബ്രിഡ്ജ് താഴേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരുടെ മുഖത്ത് പുഞ്ചിരി വിടരും. അത് താഴെ എത്തിയാൽ ഉടനെ അതുവഴി വില്ലന്മാരുടെ അടുത്തേക്ക് പോവാൻ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും. പാങ്ടം വില്ലൻ ആണെങ്കിൽ അത് കണ്ട് അങ്ങനെ ഫ്രീസ് ആവും. എന്നാൽ ഇവരെ കൊണ്ട് എങ്ങനെ ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു? അവിടെ അത്രയും മിലിറ്ററി ഫോഴ്സ് ഉണ്ടായിരുന്നിട്ടും അവരെയൊക്കെ ഇവർ ഇത്ര പെട്ടെന്ന് തോൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ കുഴപ്പമില്ല, CP9 ടീമിന്റെ മുൻപിൽ ഒരിക്കലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ആ വില്ലൻ ആശ്വസിക്കും. ഓൾറെഡി നമ്മുടെ ആൾക്കാരെ അവർ തല്ലി തോൽപ്പിച്ചതായതുകൊണ്ട് തന്നെ ഇത്തവണയും നമ്മുടെ ആൾക്കാര് ആ CP9 ടീമിന്റെ മുൻപിൽ തോറ്റുപോകുന്നു തന്നെയാണ് ആ വില്ലൻ പ്രതീക്ഷിക്കുക. ആ വില്ലൻ ആണെങ്കിൽ നിലവിളിച്ചു പറയും, നിങ്ങൾ ആരും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, CP9 ടീം നിങ്ങളെ തേടി അവിടേക്ക് വരാൻ തയ്യാറാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായി ആ 3 തലയുള്ളവൻ അവൻ എങ്ങനെയെങ്കിലും ആ ബ്രിഡ്ജ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ ആരംഭിക്കും. അത് കാണേണ്ട താമസം പൗലയും സോംബയും അവര് ചാടി വീണ് അവനുമായി പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സോംബയാണെങ്കിൽ അവന്റെ വാലെടുത്ത് ആഞ്ഞു വെട്ടും. പക്ഷെ ആ ഒരു വെട്ടില് 3 തലയുള്ള വില്ലന്റെ ഡ്രസ്സ് മാത്രമായിരിക്കും കേറി പോവാ. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഡ്രസ്സിനകത്ത് ആക്ച്വലി ഒരാളല്ല 3 പേരുണ്ട്. അവർ ഇത്രയും നാള് ഒരു ബോഡിയിൽ 3 പേരാണെന്ന് പറഞ്ഞാണ് ജനങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന നേവിക്കാരെയും ഒക്കെ പറ്റിച്ചത്. ലെഫ്റ്റ് സൈഡിലുള്ളവന്റെ പേര് ബാസ്, റൈറ്റ് സൈഡിലുള്ളവന്റെ പേര് കർവിൽ. പൗലി ആണെങ്കിൽ അവരെ കണ്ട് ഷോക്കാവും. പൗലി ചോദിക്കും, നിങ്ങളൊക്കെ ആരാ? അതിനവര് പറയും, ഞങ്ങൾ 3 പേരും ബിഗ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുപാട് വർഷമായി ഈ ഒരു വലിയ ഡ്രസ്സിന്റെ അകത്ത് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. അവര് 3 പേരും ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ അവരുടെ ശ്രദ്ധ തെറ്റിക്കും. പൗലിയും സോംബയും അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്ന സമയത്ത് ആ ജഡ്ജ് വില്ലൻ അവനിപ്പോ ആ ബ്രിഡ്ജിന്റെ മോട്ടർ അത് തകർത്ത് കളയും. ബ്രിഡ്ജ് ഉടനെ സ്റ്റക്കായി എയറിൽ നിൽക്കും. ഉടനെ ആ ജഡ്ജ് വില്ലന്മാര് നിലവിളിച്ച് പറയും, എല്ലാവരും ഓടിക്കോ, ആ പാലം താഴ്ന്നു കഴിഞ്ഞ സ്ട്രോഹാറ്റ് ലൂഫി ടീമും ഇവിടേക്ക് വരും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് അവർക്കാണെങ്കിൽ കാരി കേറി വരികയാണ്. കാരണം വീണ്ടും വീണ്ടും അവരുടെ മുൻപിൽ ഓരോരോ പ്രതിസന്ധികള്. ഇവിടെ സ്പാങ്ടം വില്ലൻ അവനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ തയ്യാറാവും. അവനിപ്പോ ഫ്രാങ്കിയെയും റോബിനെയും ഒരുപാട് ചങ്ങലകളൊക്കെ വെച്ച് വീണ്ടും ലോക്ക് ചെയ്യും. പക്ഷെ ആ ഏജന്റ് വില്ലന് അവന് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം അവന്റെ കൂടെ ഇപ്പോഴും ആ CP9 ടീമുണ്ട്. ഏജന്റ് വില്ലനാണെങ്കിൽ ഇപ്പൊ റോബിനെ നോക്കി ഒരുപാട് സന്തോഷിക്കും. കാരണം വോഹാറ ഐലാൻഡിലെ ഒരേ ഒരു ആർക്കിയോളജിസ്റ്റ് അത് ഇവള് മാത്രമാണ്. ഇവളെ കൊണ്ട് മാത്രമേ പോണോഗ്ലിഫ് അത് ഡീസൈഫർ ചെയ്യാൻ കഴിയൂ. ഫ്രാങ്കിയുടെ കയ്യില് ആ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഇവളെ കൊണ്ട് ഡീസൈഫർ ചെയ്ത് ആ ആൻഷ്യൻ വെപ്പൻ അത് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ ആ വില്ലന്റെ ശ്രമം. ഇത്രയും വലിയൊരു ചാൻസ് ഇനി എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കും. പക്ഷെ അപ്പോഴേക്കും ഫ്രാങ്കി ഒരു പേപ്പർ എടുത്ത് ആ വില്ലന് കാണിച്ചു കൊടുക്കും. ആ ഒരു പേപ്പർ കണ്ട് എല്ലാവരും ഷോക്കാവും. അത് മറ്റൊന്നുമല്ല, അതാണ് അവർ ഇത്രയും നാളും തെരഞ്ഞു നടന്ന ആൻഷ്യൻ വെപ്പൻ പ്ലൂട്ടോന്റെ ആ ബ്ലൂ പ്രിന്റ്. ഫ്രാങ്കി ചോദിക്കും, എന്തു പറ്റി? നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? നിങ്ങൾക്ക് വിശ്വാസം ആയിട്ടില്ലെങ്കിൽ ലൂച്ചി, കക്കു, നിങ്ങൾ 2 പേരും ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞ് അവൻ ആ പേപ്പർ അത് പതിയെ പതിയെ നിവർത്തി അവരുടെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങും. അവരാണെങ്കിൽ അത് സ്പീഡില് ഇൻസ്പെക്ട് ചെയ്യും. അവർക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് ആ ബ്ലൂ പ്രിന്റ്. ഉടനെ ആ ഏജന്റ് വില്ലൻ അവൻ ചോദിക്കും, ഓ അപ്പൊ ഇത്രയും നാളും ഈ ബ്ലൂ പ്രിന്റ് നീ നിന്റെ ബോഡിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, എത്രയും വേഗം അതെനിക്ക് താ. അതിന് ഫ്രാങ്കി പറയും, ഇത് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുൻപ് റോബിനെ, അവളെ എനിക്ക് വേണം. ആക്ച്വലി ഇപ്പൊ ഫ്രാങ്കിക്ക് റോബിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ കരുതിയതുപോലെ അവൾ ബാഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഐസ്ബർഗ് ടോം കൊടുത്ത ഈ ഒരു ആൻഷ്യൻ വെപ്പന്റെ ബ്ലൂ പ്രിന്റ് അത് ഫ്രാങ്കിയെ ഏൽപ്പിക്കും. ഐസ്ബർഗ് പറയും, ഒരു കാരണവശാലും നീ ഇത് നശിപ്പിക്കരുത് ടോം. അദ്ദേഹം ഇത് ഇത്രയും കാലവും സൂക്ഷിച്ചു വെച്ചത് അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാനാണ്. കട്ട് ചെയ്ത ഫ്രാങ്കിയെ അവൻ വീണ്ടും മനസ്സിൽ പറഞ്ഞുറപ്പിക്കും. വർഷങ്ങളായി കൈമാറി വന്ന ഈ ഒരു ബ്ലൂ പ്രിന്റ് അത് സ്പാങ്ടത്തെ പോലെ ഒരു മണ്ടന്റെ കയ്യില് ഏൽപ്പിക്കാൻ വേണ്ടിയല്ല. അവന്റെ കയ്യില് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടം തന്നെയാണ്. ഫ്രാങ്കി പറയും, ഈ സിറ്റുവേഷനിൽ എനിക്ക് മറ്റൊരു വഴിയുമില്ല. സോ ഒരു കാരണവശാലും
ഇത് തെറ്റായ കയ്യിൽ പോവരുത്. റോബിനെ എനിക്ക് തിരികെ കിട്ടണം. അത് രണ്ടും നടന്നില്ലെങ്കിൽ ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ ആ ഏജന്റ് വില്ലന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. അവൻ പറയും, നോ, ദയവ് ചെയ്ത് ഒന്നും ചെയ്യരുത്. നീ എന്റെ സ്വത്ത് കുട്ടിയല്ലേ. ആ ഒരു ബ്ലൂ പ്രിന്റ് അതെനിക്ക് തായോ. ഫ്രാങ്കി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അവൻ ആ ബ്ലൂ പ്രിന്റ് മുകളിലേക്ക് ഉയർത്തും. മാസ്റ്റർ, ദയവായി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ ലൈറ്റർ കത്തിച്ച് ബ്ലൂ പ്രിന്റ് അത് കുറേശ്ശെ കത്തിക്കാൻ തുടങ്ങും. ഇവിടെ ആ ഏജന്റ് വില്ലൻ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവന്റെ മുൻപിലേക്ക് കത്തിച്ചാമ്പലായ ആ ബ്ലൂ പ്രിന്റിന്റെ ചാരം അങ്ങനെ വന്ന് വീഴും. അവന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആങ്ഷൻ വെപ്പൻ അത് തിരികെ കൊണ്ടുവരണം എന്നത്. ഇപ്പൊ ആ ഒരു വലിയ പ്ലാനാണ് ചെറിയൊരു തീനാളത്തില് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഓ നോ, എന്റെ 5 വർഷത്തെ കഷ്ടപ്പാടാണ് നീ നശിപ്പിച്ചത്. ഫ്രാങ്കി കൂളായിട്ട് പറയും, ഗവൺമെന്റിന്റെ ആവശ്യം ആരും ഈ ആങ്ഷൻ വെപ്പൻ കണ്ടുപിടിക്കാൻ പാടില്ല എന്നല്ലേ. സോ ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആരെ കൊണ്ടും ഈ ആങ്ഷൻ വെപ്പൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. റോബിനാണെങ്കിൽ അത് ഡീസൈഫർ ചെയ്യുന്നുള്ള പേടിയും ഇനി ആർക്കും വേണ്ട. ഇൻ കേസ് നീ റോബിനെ ഉപയോഗിച്ച് മറ്റേതെങ്കിലും രീതിയിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ച ഉറപ്പായിട്ടും ഇതിനും ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ വെച്ച് ഈ നിമിഷം സ്ട്രോഹാർ ലൂഫി ആൻഡ് ടീം നിങ്ങളെ അടിച്ചു തോൽപ്പിച്ച് റോബിനുമായിട്ട് രക്ഷപ്പെട്ടു പോവും. അത് കേട്ട ഏജന്റ് വില്ലൻ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോടിത് ചെയ്യും. ഒരു കാരണവശാലും നീ ഇനി ജീവിക്കാൻ പാടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഇപ്പൊ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഫ്രാങ്കിയുടെ അസിസ്റ്റൻസ് വിളിച്ചു പോവും. ഫ്രാങ്കി ആണെങ്കിൽ അവരെ കണ്ട് ഷോക്കാവും. അവരെങ്ങനെ ഇവിടെ എത്തി, എന്തെല്ലാം ചെയ്തു, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഫ്രാങ്കിയോട് പറയും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട അവന്റെ വിഷമം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്റെ അസിസ്റ്റൻസിന് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ, എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ നെഞ്ചത്തടിച്ച് കരയുമ്പോഴായിരിക്കും ലൂഫിക്ക് അവന്റെ കൺട്രോൾ പോവാ. ലൂഫി ദേഷ്യപ്പെട്ട് പറയും, മിണ്ടി പോവരുത്, റോബിൻ ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. ഇതുവരെ അവളെ തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവളെ എങ്ങനെ തിരികെ പിടിക്കുമെന്ന് ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ആ സ്പാൻഡം വില്ലൻ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഓടി വന്ന് ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ ഫ്രാങ്കിയെ താഴേക്ക് തള്ളിയിടും. നീ ആ ബ്ലൂ പ്രിന്റ് അത് കത്തിക്കുമല്ലേ, എന്റെ കൈകൊണ്ട് തന്നെ നീ ചാവണമെന്ന് പറഞ്ഞ് ഫ്രാങ്കി താഴേക്ക് വീഴുന്നത് അവൻ നോക്കി നിൽക്കും. ആ ടൈമിലാണ് ഗ്രാൻഡ്മ ഇപ്പൊ നാമയെ കോൾ ചെയ്യുക. ഗ്രാൻഡ്മ പറയും, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. 4 മിനിറ്റിനുള്ളിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടേക്ക് വരും. സോ അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ചാടാൻ തയ്യാറാവണം. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഒരു സെക്കൻഡ് താഴേക്ക് നോക്കും. ഇൻ കേസ് താഴേക്ക് വീണ തവിട് പൊടിയാവും. പക്ഷെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവര് കൈ കോർത്തു നിൽക്കും. അപ്പൊ ഗ്രാൻഡ്മ അവര് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സ്പീഡില് അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഗ്രാൻഡ്മ ആ 3 തലയുള്ള ജഡ്ജിനെ ഇടിച്ചു തെറിപ്പിച്ച് മുൻപോട്ടേക്ക് കൊതിക്കും. ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ലൂഫി ഹാപ്പിയാവും. അവൻ അങ്ങനെ കൈ നീട്ടി എല്ലാവരെയും അവന്റെ കൈക്കുള്ളിലേക്ക് ചുരുട്ടിയെടുക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും നോ എന്നലറിക്കാറി ആ ബ്രിഡ്ജിന്റെ നേർക്ക് പോവാണ്. മുകളിൽ നിന്ന് വീണ ഫ്രാങ്കിയും ആ ബ്രിഡ്ജിന് നേരെ വരും. ഗ്രാൻഡ്മയാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ബ്രിഡ്ജിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഗ്രാൻഡ്മ കറക്റ്റ് ആയിട്ട് ലൂഫി ആൻഡ് ടീമിനെ ട്രെയിനിന്റെ അകത്തേക്ക് കയറ്റും. അതുപോലെ തന്നെ ഫ്രാങ്കി ആണെങ്കിൽ ട്രെയിനിന്റെ അവസാനത്തെ കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു വീഴും. ട്രെയിൻ ഫുൾ ഫോഴ്സില് തെറിച്ചുപോയി അവിടെ ലാൻഡ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വി മല്ലു എപ്പിസോഡ്.